നാട്ടിക നമ്മുടെ ജന്മനാട്. ഏകദേശം 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ഞങ്ങളുടെ നാട്ടിക. നാട്ടികയുടെ അതിർത്തിയുടെ ഒരു ഭാഗം അറബിക്കടലും മറുഭാഗം കനോലി കനാലുമാണ്. പ്രകൃതിയോട് കൂടുതലും ഇണങ്ങി ജീവിച്ചവരായിരുന്നു ഞങ്ങളുടെ മുൻതലമുറക്കാർ എന്ന് വേണമെങ്കിൽ പറയാം. മാലകെട്ടും ചെത്തും കയർ വ്യവസായവും മത്സ്യബന്ധനവും കൃഷിയുമെല്ലാം ഞങ്ങളുടെ ചവിട്ടുപടികളായിരുന്നു. ഇന്ന് ഞങ്ങളുടെ പഞ്ചായത്ത് എത്തി നിൽക്കുന്നത് ഏകദേശം 97% സാക്ഷരതയിലാണ്. വിപ്ലവത്തിൻ്റെ നാട്, വിശ്വാസങ്ങളുടെ നാട്, ഒളിമ്പ്യൻ കുഞ്ഞിക്കളവൻ മാസ്റ്ററുടെ നാട്, MA യൂസഫ് അലിയുടെ നാട്, പരീക്കുട്ടിയുടെയും കറുത്തമ്മയുടെയും നാട്. പറഞ്ഞു വന്നാൽ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടം മുതലുണ്ട് നാട്ടികയുടെ കൊച്ചു ചരിത്രം. എല്ലാത്തിനുമുപരി നാട്ടികയുടെ യുവാക്കളിൽ തലമുറകളായി നിലനിന്നിരുന്ന രാഷ്ട്രീയ ബോധം ഞങ്ങളുടെ ഗ്രാമത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു. എങ്കിലും കാലങ്ങൾക്കിപ്പുറം ഞങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്ന് വികസനത്തെ ബാധിച്ചിരിക്കുന്ന അലസതയാണ്. എത്ര സാധ്യതകളാണ് നമ്മുടെ നാട്ടിൽ. ടൂറിസത്തിലെ സാധ്യതകൾ ശരിയായി വിനിയോഗിക്കാത്തതും പാതി വഴിയിൽ കിടക്കുന്നതുമായ സംരംഭങ്ങളും അവയിൽ തുടർന്നു കൊണ്ടുപോകാൻ പരാജയപ്പെട്ടവയും ഇതിൽപ്പെടുന്നു. എന്നതുപോലെ വളർന്നു വരുന്ന നാട്ടികയുടെ യുവതലമുറയ്ക്ക് കായികപരമായും കലാപരമായും രാഷ്ട്രീയപരമായും വളരാനുള്ള അവസരങ്ങൾക്കെതിരെ മുഖം തിരിക്കുന്നതും നമ്മുടെ പോരായ്മയാണ്. ഈ പോരായ്മ നമ്മൾ തിരിച്ചറിയുന്നത് വഴി അത് തിരുത്താനുള്ള ബാധ്യതയും നമ്മളിലെ ഓരോരുത്തർക്കുമുണ്ട്. അത് തിരുത്താനുള്ള അവസരമാണ് ഈ വരുന്ന തിരഞ്ഞെടുപ്പും ഇനി വരാനിരിക്കുന്നവയും. ഇതിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മളിലൊരാളായ നമ്മുടെ പ്രതിനിധിക്ക് എല്ലാവിധ സാധ്യതകളും സാഹചര്യങ്ങളും നേരായ വഴിയിൽ വിനിയോഗിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതാണ് ഞങ്ങളുടെ നാടിൻ്റെ കഥ. നിങ്ങൾ വിചാരിക്കും നമ്മൾ വിചാരിച്ചാൽ ഈ നാട്ടിലൊന്നും സംഭവിക്കില്ല എന്ന്. പക്ഷേ നമ്മൾ വിചാരിച്ചാലും ഈ നാട്ടിൽ പലതും സംഭവിക്കും. നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ കുടുംബം നന്നാവും. നമ്മുടെ കുടുംബം നന്നായാൽ നമ്മുടെ നാട് നന്നാവും. നമ്മുടെ നാട് നന്നായാൽ നമ്മുടെ രാജ്യം നന്നാവും. അപ്പോൾ നമുക്ക് നമ്മുടെ വാർഡിൽ നിന്ന് തുടങ്ങാം. ഇനി യുവാക്കളോടായി. അരാഷ്ട്രീയവാദം സമൂഹത്തിൻ്റെ തകർച്ചയാണ്, രാഷ്ട്രീയ ബോധം സമൂഹത്തിൻ്റെ വളർച്ചയും. അതുകൊണ്ട് വോട്ടവകാശമുള്ള എല്ലാവരും തന്നെ വോട്ട് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അത് നമ്മുടെ രാജ്യത്തെ തന്നെ കുഴിച്ചുമൂടുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് പാർട്ടിക്ക് വേണ്ടിയല്ല, നാടിനു വേണ്ടി ഒരു വോട്ട്.